തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നു വന്നത്. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. തിരഞ്ഞെടുപ്പ് ദിവസം ഇ.പി. ജയരാജൻ നടത്തിയ വാർത്താ സമ്മേളനം ന്യൂനപക്ഷങ്ങളെ അകറ്റിയെന്നും CPI ജില്ലാ സമ്മേളനത്തിൽ വിമർശനം. MS ലിഷോയാണ് ഇന്ന്. ലിഷോയ്, ഇതുൾപ്പെടെ എന്തൊക്കെ വിമർശനങ്ങളാണ് സർക്കാരിനെതിരെ ഉയരുന്നത്? പ്രത്യേകിച്ച് തൃശൂരിലെ തോൽവി അത് CPIയെ സംബന്ധിച്ച് വലിയ ആഘാതവുമാണ്. തീർച്ചയായും CPI ജില്ലാ സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ടിലാണ് ഈ പരാമർശങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. LDF-ന്റെയും പാർട്ടിയുടെയും പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ടാണ് തൃശൂരിൽ VS സുനിൽകുമാറിന്റെ തോൽവി ഉണ്ടായതെന്നാണ് CPIയുടെ പ്രവർത്തന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അതിനോടൊപ്പം തന്നെ ന്യൂനപക്ഷ സമുദായങ്ങൾ കോൺഗ്രസിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. 5 വർഷത്തോളം സുരേഷ് ഗോപിക്കായി BJP പ്രചരണം നടത്തിയത് സോഷ്യൽ മീഡിയ പേജുകളാണെന്നും ഇത് വാടകയ്ക്കെടുത്ത ഹാൻഡിലുകളാണെന്നും വിമർശനം ഉയരുന്നു. അതിനോടൊപ്പം തന്നെയാണ് കരുവന്നൂർ ഉൾപ്പെടെയുള്ള ബാങ്കുകളുടെ സഹകരണ മേഖലയിലെ അഴിമതികൾ തെരഞ്ഞെടുപ്പിൽ വലിയ ക്ഷീണം പാർട്ടിക്ക് ചെയ്തു. അതിനോടൊപ്പം തന്നെ സർക്കാരിനെതിരായുള്ള ഭരണവിരുദ്ധ വികാരം അത് വലിയ തോതിൽ തൃശ്ശൂരിൽ പലയിടങ്ങളിലും ഈ തോൽവിക്ക് കാരണമായി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി ഈ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു. LDF-ന്റെ പ്രവർത്തനങ്ങളിൽ വലിയ വീഴ്ച ഉണ്ടായെന്നും അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ദിവസമുണ്ടായ ചില നേതാക്കളുടെ പ്രതികരണങ്ങൾ, പ്രത്യേകിച്ച് E.P. ജയരാജന്റെ പ്രതികരണം ഉൾപ്പെടെ അത് വലിയ തോതിൽ ഈ വോട്ട് കുറയുന്നതിലേക്ക് കാര്യങ്ങൾ വഴിവെച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഈ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നത്.